മിന മിന വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴം നാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 The name of the game. 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 Ole, 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 ole. We are the champions. We are the champions. Ole, 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 ole. ഞമ്മളെ വണ്ടി മീൻ വണ്ടി എന്നും പറഞ്ഞ് അറച്ചു നിൽക്കണ ചെക്കപ്പ് അതിന് ഓമനിക്കണം. പഠിച്ചോന് ഞമ്മളെ വണ്ടിന്റെ പെയിന്റ് മാറ്റണോ? ഓലല്ല ഒലക്കാണ്. ഒലക്കൊണ്ട് അടിക്കന്നെ ഞമ്മള്. എന്ത് തന്നെ കാണിച്ചു വെക്കണേ? ഇതുപ്പാന്റെ മീമണ്ടി, ഇത് ഞാൻ വാങ്ങിയ പെയിന്റ്. ഇതിലേതാണ് ഉപ്പൊക്കെ കണ്ടിട്ട് തിരിയാത്തേ? അന്നോട് ഇതിലാരോ പച്ച മഞ്ഞ പെയിന്റ് അടിക്കാൻ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അല്ല, ആരെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെന്ന സ്വഭാവം എനിക്കില്ലെന്ന് ഉപ്പാക്കറിയാലോ. ഉപ്പ പറയുന്ന എന്തെങ്കിലും ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? എന്ത് കാര്യം അനുസരിച്ചില്ലെങ്കിലും ഇക്കാര്യം ഈ നമ്മള് പറഞ്ഞ അനുസരിക്കും. മയക്കട പെയിന്റ് അതുപ്പ അത് ബ്രസീലിന്റെ കളറാണ്. അതുകൊണ്ടാണ് ഞമ്മളത് മയക്കാൻ പറഞ്ഞേ. ഉപ്പാന്റെ മീമണ്ടി നാട്ടിലെ മീമൻ ഓടുമ്പോ ബ്രസീലിന്റെ ആരാധകർ മുഴുവൻ മീൻ വാങ്ങാൻ ഉപ്പാന്റെ അടുത്ത് വരൂ. അപ്പൊ ജർമ്മനിയുടെ ഇറ്റലിന്റെ ആൾക്കാരൊക്കെ ഉപ്പും ചോറ് നിന്നല്ലോ. ഒന്ന് പോവൂറ അവിടുന്ന്. എന്റെ പുര മുഴുവൻ ബ്രസീൽ മയമാക്കാൻ വേണ്ടിട്ടാണ് ഉപ്പ ഞാൻ ഇമ്മണ്ടിക്ക് പെയിന്റ് അടിച്ചേ. അപ്പൊ ഈ അർജന്റീനയുടെ കളർ നമ്മൾ എവിടെ അടിക്കൂ? അപ്പൊ പെയിന്റ് വാങ്ങി വെച്ചിരിക്കുന്നല്ലേ? എനിക്ക് കാണിച്ചു തരടാ. ഇന്ന് രാവിലെ വണ്ടിക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ നീല പെയിന്റ് വാങ്ങി കൊണ്ടച്ചതാ. അതിനിടയ്ക്ക് അവന്റെ ഒലക്കമല മഞ്ഞ കേക്കടാത് സൗകര്യം. ഞാനിത് കേക്ക് കളഞ്ഞിട്ട് ഉപ്പ ഇവിടെ പെയിന്റ് അടിക്കൂല. നല്ല രാവിലെ നല്ല വെയിലത്ത് ഉണക്കിയെടുത്ത സാധനം. അത്ര പെട്ടെന്നൊന്നും പെയിന്റ് പോകുകയല്ല. എന്നാലേ അന്റെ മഞ്ഞ പടനെ നമ്മൾ കുളിപ്പിച്ചേരടാ. നോക്കാലോ. കണ്ടോ? ബ്രസീലിനെ തൊട്ടുള്ള കളി വേണ്ട ടൊങ്ങള്. ആ നെയ്ച്ചോറിന്റെ കണ്ടിട്ടുള്ള കളിയാണ് ഞമ്മക്കറിയാം. അത് വേണ്ട. നെയ്ച്ചോറല്ലപ്പാ, നെയ്മർ. രണ്ടും ഒന്ന് തന്നെ. ബ്രസീൽ ഞങ്ങൾ ടൂറിസ്റ്റ് കുട്ടികളുടെ ആൾക്കാരാ. നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട. എന്താണ് ഇവിടെ പ്രശ്നം? സാധാരണ ഞാനാണല്ലോ ഉണ്ടാക്കല്. ഇതിപ്പോ ആരാ തുടങ്ങി വെച്ചത്? എന്തിട്ടാണ് നോക്കുമ്പോ ഉപ്പാന്റെ വണ്ടിക്ക് ആ മഞ്ഞ പെയിന്റ് അടിച്ച് സുന്ദരക്കുട്ടനാക്കാൻ നോക്കുന്നേരോ ഉപ്പേന് സമ്മതിക്കുന്നില്ല. ആണക്കതിന് കറുപ്പ് കളർ അടിച്ചൂടെ? ഒരു പാട്ടന്നുണ്ട്, കറുപ്പ് താൻ എനിക്ക് പൊടിച്ച കളറി. അന്റെ കളർന്ന് വണ്ടി കടിക്കാൻ പറ്റൂലേ? ഓ, എനിക്ക് കല്യാണത്തിന് മുമ്പ് നല്ല നിറയിനു, നല്ല വെളുത്ത് തൊടുത്ത് മാതളം നാരക മാതിരി. മോനെ ഇങ്ങോട്ടൊക്കെ പിന്നെ ഈ മൂപ്പർ കെട്ടിയാർ പിന്നെ കഷ്ടപ്പാടുകൊണ്ട് കരിഞ്ഞുണങ്ങി ഉണക്കമുത്തിരി. അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ കാര്യം വളരെ കഷ്ടമാണല്ലോ. കഷ്ടപ്പാടുണ്ട കറുത്തു പോയെന്ന കബരികളി. അപ്പൊ തൽക്കാലം കറുപ്പും വേണ്ട മഞ്ഞയും വേണ്ട, നമ്മൾ ഇന്നലെ നീലടിക്കാൻ പോവാ. ഉപ്പ നിങ്ങൾ അനുഭവിക്കും. ഞങ്ങളുടെ നെയ്മറിന്റെ കരുത്തെന്താന്ന് ഉപ്പാക്ക് അറിയില്ല. മോനെ നെയ്മീന്റെ തൂക്കവും വിലയും ഒക്കെ ഉപ്പക്ക് നല്ലോണം അറിയാം. ഉപ്പേ കൊറേ കാലായി നെയ്മീൻ വിറ്റ് നടക്കാൻ തുടങ്ങിയിട്ട്. ഓങ്ങോട്ട് പറ്റേ ഓനെ വാല് ചുറ്റി ഓടിക്കട നമ്മളെ മെസ്സി. നോക്കാം. പെയിന്റ് ഒക്കെ അടിച്ച് കാണിച്ചു തരാം ഞാൻ. ഞാനടിച്ച പെയിന്റിന്റെ മുകളിൽ ഒരു തുള്ളി പെയിന്റ് ആയിട്ടുണ്ടെങ്കിൽ
ഞാൻ ഈ പൊര കത്തിക്കും, നിങ്ങൾ നോക്കിക്കോ. ഹാ. അല്ലടോ വണ്ടിമ പെയിന്റ് അടിച്ച് എങ്ങനെ പോര ഞാൻ കത്തിക്കും, തീരും ഞാൻ പൊറക്കി, നോക്കിക്കോ. ഹാ. ചെക്കൻ പറഞ്ഞ പോലെ ചെയ്താളൂ. അത്രയ്ക്കും കളിപ്പിടാൻ തോന്നി. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട. ബാക്കിയുള്ള ഭാഗത്ത് അർജന്റീന കളർ അടിക്കാം, അതാ നല്ലത്. അല്ല, രണ്ടാളും കൂടി പൊളിച്ചൊക്കെ എങ്ങനെ കടിപിടി കൂടാണ്ട് നിങ്ങൾക്ക് രണ്ടാക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളർ അങ്ങോട്ട് അടിച്ചാ പോരെ? അതെങ്ങനെയാണ് പാത്തോ? ഓ ബ്രസീലിന്റെ ആളാണ്, നമ്മൾ അർജന്റീനന്റെ. അപ്പൊ നമ്മളെ ടീമിന്റെ കളറല്ല അടിക്കുക. നിങ്ങൾ ലോകകപ്പ് ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞത്? അല്ലാണ്ട്. എന്നാ പിന്നെ 3 കളർ അടിക്കണം. 3 കളറോ? അതേതൊക്കെയത്? മുകളിൽ കുങ്കുമം, അടിയിൽ പച്ച, നടുക്ക് വെള്ള. അത് ഇന്ത്യന്റെ കളറല്ലേ പാത്തുവോ? ദേശീയ പതാകന്റെ കളറ്? ആ അതെന്നെ, ഇന്ത്യ ടീം ഇന്ത്യയാണ്. പാത്തോ, അതിന് ക്രിക്കറ്റ് അല്ല പാത്തോ, ഫുട്ബോൾ ആണ്. അതിനെന്താ, ഇന്ത്യക്ക് ഫുട്ബോൾ കളിച്ചൂടെ? ക്രിക്കറ്റ് മാത്രമേ കളിച്ചൂടൂ. നമ്മൾ ഇന്ത്യന്റെ ഒപ്പരാ. നിങ്ങൾ ബ്രസീലിന്റെയോ പാകിസ്ഥാന്റെയോ ആരപ്പുറം വേണേ പോയിക്കോളി. രാജസ്ഥാനില്ലാത്ത വർഗം. ഭാരതം എന്ന് കേട്ടാൽ തിളക്കണം ചോറിന് നമുക്ക് ഞരമ്പുകളിൽ. പാത്തോ, ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നില്ലടി. കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ? കളിച്ചാലേ കപ്പൊറപ്പി. കോപ്പിട്ടിന്ത്യക്ക് കപ്പല്ല, കോപ്പ്. രാജസ്നേഹമില്ലാത്ത ദ്രോഹി, അങ്ങയോട് ഞാൻ തർക്കിക്കാനില്ല. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ജനഗണമനാക്കി ജയ്, ഗാന്ധിജിക്ക് ജയ്, ജവഹർലാൽ നെഹ്റുക്ക് ജയ്, ഗോപാലകൃഷ്ണ ഗോഖലാക്കി ജയ്. ഇത് കുതിരട്ടത്തും എടുക്കൂല, അത്രേ ഓവറാ. നമ്മളെ വണ്ടിയിൽ ഇപ്പൊ 2 ടീമിന്റെ പെയിന്റ് ആയല്ലോ. ഇതിപ്പോ എങ്ങനെയാ 4 ആളെ മുന്നിൽ കൊണ്ട് കാണിക്കുക? ഇനിയിപ്പോ ബാലേട്ടനെ പോലെ ഒരു നിലപാടില്ലാത്ത ആളെന്ന് നാട്ടുകാർ നമ്മളെ കൊണ്ട് പറയൂ, അതുറപ്പാ. അല്ല മൂസക്ക, നിങ്ങൾ ഏത് ടീമിന്റെ ആളാ? അർജന്റീനയോ ബ്രസീലോ? നമ്മളെ അർജന്റീന. എന്നിട്ട് എന്താ ബ്രസീലിന്റെ പെയിന്റ് അടിച്ചിരിക്കുന്നത്? ആ അത് നമ്മളെ മോന്റെ പണിയാ. ഓനിട്ടൊരു പണി കൊടുക്കണം. അർജന്റീനയോട് അവന്റെ കളി. ആ ഓനുള്ള പണി നമ്മൾ കൊടുത്തോളാം, നിങ്ങൾ ഉഷ്ണിക്കണ്ട. താനെന്ത് പോക്കൃത്തരാണ് കാണിച്ചിരിക്കുന്നത്? എന്തു പോക്കിരുത്തരോ? ഞാൻ ബ്രസീലിന്റെ ഒരു ആരാധകനാ. എന്റെ ടീമിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ആരപമാനിച്ചു നിങ്ങൾ പറയണേ? നമ്മളെ വണ്ടിന്റെ മേലെ ബ്രസീലിന്റെ പെയിന്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യല്ലേ? അല്ല, മീ വണ്ടിയിൽ അടിക്കാനല്ലോ ബ്രസീലിന്റെ കളറ്? മീനാറ്റമള്ളി വണ്ടിയിൽ ബ്രസീലിന്റെ കളർ അടിച്ച് നാറ്റിക്കാനാണോ നിങ്ങളുടെ ശ്രമം? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക. അറിയാത്ത പുള്ളേ ചൊറിയും പറഞ്ഞോളൂ. മോൻ അറിഞ്ഞു ചൊറിഞ്ഞൂട്. അല്ലോ ആ ദിവാകരേട്ടാ, അരക്കിലെ ചെമ്മീൻ എടുക്കട്ടെ. ഇന്നലെ വാങ്ങിയതിനെക്കാട്ടും വലിയ ചെമ്മീനാ. വേണ്ട. അതെന്താ ദിവാകരേട്ടാ, അതെന്താ വേണ്ടെന്നറിയണേ? നിന്റെ മീൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? മീൻ വേണ്ടെങ്കിലും വേണ്ട, നിങ്ങളെന്തിനാ ഇങ്ങനെ ഗർഭിച്ച് വർത്താനം പറയണേ? മീൻ എനിക്ക് വേണം, അതില്ലാണ്ട് ചോറിറങ്ങൂല. പക്ഷേ നിന്റെ കയ്യിൽ നിന്ന് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതെന്താ ദിവാകരേട്ടാ, നിങ്ങൾ ഇത്രയും കാലം നമ്മളടുത്തല്ലേ മീൻ വാങ്ങിയേ? ഇന്നലെ വാങ്ങി, ഇന്നിപ്പോ എന്താ ഒരു പുതുമ? അർജന്റീനക്കാരന് വാങ്ങിയ മീൻ എനിക്ക് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, നമ്മൾ ജയിച്ചിട്ടാ അത് നമുക്ക് ആ ടീമിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇട്ടല്ലേ ദിവാകരേട്ടാ? ആ ടീമിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാ മീൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാനേ ഫ്രാൻസിന്റെ ആളാ. അപ്പൊ കളി കഴിഞ്ഞവരെ നിങ്ങൾ നമ്മളടുത്ത് മീൻ വാങ്ങൂല? ആ, 1 മാസം ഏതായാലും വാങ്ങൂല. പിന്നെ എന്റെ പുരയില്, അതായത് ഇഞ്ഞും കുട്ടികളും താമസിക്കുന്ന വീട്ടില് ഫ്രാൻസിന്റേതല്ലാത്ത ഒരു ചിഹ്നോ ചിത്രോ പാടില്ല, പറഞ്ഞേക്കാം. എന്തൊരു കഥ അത് മനുഷ്യന്മാർക്കുണ്ട്. പ്രാന്തായ ഫുട്ബോൾ കൊണ്ട്. MIT Musa, MIT Musa, MIT Musa, MIT Musa. ആടെ കെട്ടാൻ പറ്റൂല. ഓ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഈ വീട്ടിൽ 2 ടീം ഓൾറെഡി തന്നെ ഉണ്ട്. ഇനി 3ാമതൊരു ടീം കൂടെ വേണ്ട. പിന്നെ നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ നിൽക്കില്ല, ഒന്ന് പോയത്. ഇത്താത്ത, നിങ്ങൾ ജർമ്മനീന്റെ ഫ്ലക്സ് വെച്ചാല് അത് നിമിഷ നേരം കൊണ്ട് ഇവിടെ കാണുകയില്ല. ആ കാണണ്ടായ 2 ഫ്ലക്സും കാണാണ്ടാവും, നോക്കിക്കോ. ഈ മരത്തിന്റെ മുകളിൽ ഞാൻ കെട്ടാൻ വിചാരിച്ച റോട്ട് വന്ന് നോക്കിയാ കറക്റ്റ് കാണൂല. ഈ മരത്തിന്റെ മുകളിൽ ഞാൻ കെട്ടും. അതുകൊണ്ടാണ് പോട്ടാ ഞാൻ ഇവിടെ കെട്ടിയത്. മേലെ വേവിച്ച ഇത്താത്താണെന്ന് ഞാൻ നോക്കല. പെണ്ണാന്ന് ശക്തി കുറവൊന്നുമില്ല, ചവിട്ടിയാ പരക്കി കാണി. ലോകകപ്പ് ഫുട്ബോൾ കാരണം പുറയിൽ ഒരു സൂര്യലാട്ടായി പോലോ.
എന്നാണ് പണ്ടാര അവസാനിക്കുന്നത്? അല്ല ആ രണ്ടാളും കൂടി പണ്ട് നോട്ട് പുസ്തകം കീറി കളിക്കണ പോലെ കളിക്കല്ലേ? കളിച്ചോളി. നോക്കുമ്പോ ഞാൻ 500 രൂപ ചെലവാക്കി പ്രിന്റ് എടുത്ത ഫ്ലെക്സ് അതിന്റെ കോലം കണ്ടില്ലേ? അല്ല 500 രൂപ എനിക്ക് എഴുതി കിട്ടി. അത് ഉമ്മാരെ അലമാരേന്ന്. അല്ലാണ്ട് ഞാൻ ജോലിക്ക് പോയി ശമ്പളം ഒന്നും വാങ്ങുന്നില്ലല്ലോ. ഞാൻ പഠിക്കുന്ന കുട്ടിയല്ലേ. എനിക്ക് ഞാൻ വെച്ചക്കണേ. അല്ല എനിക്ക് ബോർഡ് ഉണ്ടാക്കാൻ എഴുതാ പൈസ കിട്ടിയേ? ഉപ്പാന്റെ കീശന്ന് അല്ലാണ്ട് എടന്നാ. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി 1000 രൂപ അല്ലേ കീറി കളിച്ചത്? എന്താണെങ്കിലും കീറി സ്ഥിതിക്ക് ഇത് മുറ്റത്തിടണ്ട. ആ പറമ്പ് കൊണ്ടായിട്ട് തീയിടി. അല്ലോ ഉമ്മ, അത് കത്തിക്കാൻ പാടില്ല. അത് വിഷാണ്. അത് പരിസ്ഥിതിക്ക് വല്ലാതെ ദോഷം ചെയ്യും. വെട്ടി അടുപ്പിൽ പോലും വെക്കാൻ പറ്റാത്ത സാധനമായിട്ടാ കളിക്കണത്. ഈ ഒന്ന് പോടിയാണ് അപ്പുറത്തേക്ക്. കെട്ടിച്ചയ്ക്കാൻ പ്രായം അന്നപ്പാടോള് കളിക്കാൻ പോണത്. അല്ല പിന്നെ ഓളായി പോയേനെ. ഞാൻ പോവാ. പഠിക്കില്ല. നീ പോവാ. ഓന്റെ ഒലക്കമേലൊരു ബ്രസീൽ നെയ്മീൻ ഫെവിക്കോൾ വാങ്ങാൻ 20 റുപ്പീസ് തരുമോ? ഞാൻ ഒട്ടിച്ചോക്കട്ടെ. അന്റെ നെയ്മറിനെ ഇവിടെ കണ്ടു വന്നിട്ടോ. വേഗം കയറി വിമാനം കയറി ബ്രസീല്. അങ്ങോട്ട് തന്നെ പോയിക്കോ ബ്രസീലിലേക്ക്. യു എന്റെ ബ്രസീലു. പൂവർ മദർ. കളിയെ കുറിച്ചൊരു ചുക്ക് പറഞ്ഞുകൊടുത്ത് എന്തെന്നാ കളി? ബേഡ് മദർ. അന്നെ നമ്മൾ കളി പഠിപ്പിച്ചരാ. ഓ ബലാലോ കൊണ്ട് തോറ്റലോ. പഠിച്ചോണ്ട് ആരാണ് ഈ ഫുട്ബോൾ കണ്ടുപിടിച്ചത്? ഓനെന്റെ മുന്നിൽ അടുത്ത ഭ്രാന്തനത വരണ്ട. അല്ല പകുതി മീനും വിറ്റ് തീർന്നില്ലല്ലോ. ഇതെല്ലാം കൂടി നമ്മള് 4 ആൾക്കാർ വെട്ടി മിണുങ്ങോ? ഇതെന്താ എത്രയും മീന് ബാക്കി? നമ്മള് ജേഴ്സിട്ട് പോയതാ പ്രശ്നമായത്. അർജന്റീന ആൾക്കാരൊക്കെ കുറെ മീൻ മേടിച്ചു. പിന്നെ വണ്ടിമേല് കുറച്ച് മഞ്ഞ പച്ചക്കല്ലുണ്ട്. കുറച്ച് ബ്രസീലുകാരും മേടിച്ച്. ബാക്കിയാണിത്. ജേഴ്സി വിട്ടാ കളിക്കാൻ പോണം. മീൻ വിൽക്കാനല്ല പോണ്ടത്. കണക്കിന് കിട്ടിയല്ലോ നിങ്ങളെ കളിപ്പിരാന്തോണ്ടി. എത്ര റുപ്യന്റെ നഷ്ടാണെന്ന്? ഒരു 800 രൂപ നഷ്ടം എന്തായാലും ഉണ്ടാവും. അല്ല ഇവിടെ കീറി കളഞ്ഞ 1000 രൂപയും കൂടി കൂട്ടി 1800 ഉറുപ്പ്യ. ആരവിടെ നോട്ടൊക്കെ കീറി കളിച്ചത്? അത് നമുക്കൊന്നും അറിയണല്ലോ. ദാ കിടക്കണി 2 ബോർഡുകളി. രണ്ടും നിങ്ങളെ പുന്നാര മക്കൾ ഉണ്ടാക്കി വെച്ചതാ. പടച്ചോനെ, റോട്ടുമിൽ വെക്കണ ഫ്ലെക്സ് ഒക്കെ ഒരു വീട്ടിലും കൊണ്ടൊക്കാൻ തുടങ്ങിയോ? നിങ്ങളെ കളിപ്രാന്ത് പിന്നെ നിങ്ങളെ മക്കൾക്ക് കിട്ടാണ്ടിക്കോ? നിങ്ങളതല്ലേ മക്കള്? അപ്പൊ അന്റെ കൂടിയല്ലേ മക്കള്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ലോകകപ്പ് തുടങ്ങിയാൽ പിന്നെ ഈ പൊരയില് സ്വസ്ഥതാന്ന് പറയുന്ന സാധനം ഇല്ല. ഇങ്ങള് 3 ആൾക്കാരും കൂടി ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് ഒരു സൈഡിൽ, പൊലർന്ന വരെ TV ഇവിടെ ഒച്ചത്തിൽ തുറന്ന് വെച്ചിട്ട് ഉറങ്ങാനേ പറ്റില്ല. എനിക്ക് പ്രാന്ത് പിടിക്കണ്ട്. ഞാൻ എന്തെങ്കിലും ഈ പൊരയിൽ ചെയ്യൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഒലക്കമ്മലൊരു ലോകകപ്പ് പഠിച്ചോലെ ഇത് ആര് കണ്ടുപിടിച്ച്? ഒരു ബോർഡ് കൊണ്ട് കുറെ എണ്ണങ്ങളാട്ട് ഓടുക. അതിന്റെ ബോള് വെഞ്ഞ ഓടുക. തട്ടിയ അസൂരിപ്പട ഇംഗ്ലണ്ടിനെതിരെ പൊരുതി ജയിച്ചു. ലോകകപ്പിൽ തുടർച്ചയായി 15ാം തവണയാണ് ഇറ്റലി സ്കോർ ചെയ്യുന്നത്. പിന്നെ അർജന്റീന എന്താ മയ്യത്തായോ? അർജന്റീന സ്കോർ ഒന്നും കാണാത്ത പോലെയാ. ഇറ്റലിന്റെ ഏതോ ആരാധകൻ എഴുതി വെച്ചതാ. വായിക്കുന്ന എന്നെ വേണം പറയാൻ. പോര് ജയിച്ച് ചില്ലറ കാര്യമൊന്നല്ല. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച്. എത്ര ഗോളടിച്ച്? ഞാനല്ലാന്ന്, ഞങ്ങളുടെ ടീമാ ഗോളടിച്ച്. ബെലോട്ടല്ലി. അന്റെ ബെലോട്ടന്റിൽ എല്ലെടുക്കാനേ നമ്മളെ മച്ചുരിയൻ ചന്തു മതി. അതിന് നമ്മൾ ആരോമൽച്ചേക്ക് ഒരു മെസ്സി വേണമെന്നില്ല. അല്ല, എല്ലായിടത്ത് കളിക്കാത് ഗുണ്ടാപ്പടന്റെ കളിയൊന്നല്ലോ. ആണോ? അന്റെ ബെല്ലാട്ടല്ലി ഒരു ഗുണ്ടാപ്പട തന്നെയാണ്. ഒരു മീൻ കച്ചവടക്കാരനായി നമ്മൾ പൊറുക്കൂല ഞങ്ങളുടെ ടീമിനോട്. അളിയന്റെ മീൻ കച്ചവടം തടയാൻ വന്നോ ഇറ്റലിക്കാര്? കേരളത്തിൽ മീൻ കച്ചവടം നടത്തുന്ന ഒറ്റൊരുത്തനും പൊറുക്കൂല ഞങ്ങൾ ഇറ്റലിക്കാരോട്. അമ്മാരി ദ്രോഹങ്ങൾ മീൻ കച്ചവടക്കാരോട് ചെയ്ത്. അതിന് മീൻ കച്ചവടം ഫുട്ബോളും തമ്മിൽ എന്ത് ബന്ധാളിയാ? കേരളത്തിന്റെ കടൽ തീരത്ത് മീൻ പിടിച്ചോണ്ടതിന് 2 മീൻപിടുത്തക്കാരെ വെടിവെച്ച് കൊണ്ടുങ്ങൾ ഇറ്റലിക്കാര്. ഇന്നലെ നാവികസേനന്റെ ജേഴ്സിട്ട് കയറി വന്നിക്കണേ. എന്ത് ധൈര്യം എനിക്ക് ജേഴ്സിട്ട് നമ്മുടെ മുറ്റത്തേക്ക് കയറി വരാൻ? കൈവിടലിയാ? ജേഴ്സി ഇത് കൈവിടലിയാ?